വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചുമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയമവുമായിട്ട് സുപ്രധാന നിയമങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. വിവരാവകാശ നിയമമാണ്. അപ്പൊ ഇന്ന് വിവരാവകാശ നിയമം നമ്മൾ പഠിക്കും. അടുത്ത ക്ലാസ്സിലായിട്ട് സംസ്ഥാനത്തെയും അതുപോലെ തന്നെ ദേശീയ ലെവലിലുള്ള വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കും. കാരണം നിയമം തന്നെ അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ദേശീയ വിവരാവകാശ കമ്മീഷനും അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് കുറച്ച് ലെങ്ത് കൂടുതലായി, അപ്പൊ കുട്ടികൾക്ക് കുറേയധികം കാണുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പൊ നമ്മൾ വിവരാവകാശ നിയമത്തെ കുറിച്ച് കുറേയധികം ചോദ്യങ്ങൾ PSCക്ക് സ്ഥിരം ചോദിക്കാറുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട് വിവരാവകാശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ എന്തിനാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അഴിമതി തടയുന്നതിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? അഴിമതി തടയുക, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ എന്തുണ്ടാക്കുക? ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, റെസ്പോൺസിബിലിറ്റി കൂട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടിയും സുതാര്യമാക്കുക. ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഐഡിയ കുറെ നാള് മുമ്പ്, അതായത് വിവരാവകാശ നിയമം വന്നത് 2005 കൂടി 1990 നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് പറയണ്ടായി ഇന്ത്യയിൽ ഒരു വിവരാവകാശ നിയമത്തിന്റെ ആവശ്യകതയുണ്ട്. അതായത് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് മുൻ പ്രധാനമന്ത്രിയായ VP സിംഗ് ആണ്. അടുത്തത് നോക്കുക. ഈ വിവരാവകാശ നിയമത്തിനായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ജനകീയ പ്രചാരണം തുടങ്ങിയത് ഒരു സംഘടനയാണ്. സംഘടനയുടെ പേര് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്നാണ്. അപ്പോ ഒരു രാജസ്ഥാനിലുള്ള മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയുന്ന സംഘടനയാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രചരണം തുടങ്ങുന്നത്. 1994 മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ പേര് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഏത് സ്റ്റേറ്റിലുള്ള സംഘടനയാണത്? രാജസ്ഥാനിലുള്ള സംഘടനയാണ്. ഇനി ഇത് ആരാണ് സ്ഥാപിച്ചത്? ഈ സംഘടന സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയുന്ന സംഘടന രാജസ്ഥാനിൽ രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് അരുണ റോയ് ആണ്. ഇവര് മാത്രല്ല, നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പാർട്ട്ണർ, ആ രണ്ട് വ്യക്തികളും ഇവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ രാജസ്ഥാനിലെ ഒരു സംഘടനയാണ്. അരുണ റോയും നിഖിൽ ദേയും ശങ്കർ സിംഗും കൂടി രൂപീകരിച്ചതാണ്. പക്ഷെ സംഘടന രൂപീകരിച്ചത് ആര് എന്നൊരു ചോദ്യം വരുമ്പോ മറ്റുള്ളവരുടെ പേരുണ്ടാവാറില്ല, അരുണ റോയുടെ പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഓർത്തു വെക്കുക. സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ ഒരു ഡ്രാഫ്റ്റ്, ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ആരാണ് ഫോം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1996 അത് രൂപീകരിച്ചത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ്. അപ്പൊ നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI 1996 വിവരാവകാശ നിയമത്തിന്റെ ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ആർക്ക് വേണ്ടി രൂപീകരിക്കുകയാണ്? ഗവൺമെന്റിന് വേണ്ടി രൂപീകരിക്കുന്നു. ഈ ഡ്രാഫ്റ്റ് രൂപീകരിച്ചില്ലേ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് ഇതേ തുടർന്ന്, ഈ ഡ്രാഫ്റ്റിനെ തുടർന്ന് ഇന്ത്യയില് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പൊ നമ്മുടെ 1996 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI രൂപീകരിച്ച ഇനീഷ്യൽ ഡ്രാഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാടാണ്. വർഷം ഓർക്കുക, 1997. പക്ഷെ വിവരാവകാശ നിയമം ഇന്ത്യയിൽ വന്നത് 2005 നമുക്കറിയാം. പക്ഷെ ഈ ഒരു ഡ്രാഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 97 തന്നെ തമിഴ്നാട് സംസ്ഥാനം എന്ത് വിവരാവകാശ നിയമം പാസാക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന്
തുടർന്ന് ഈ സംസ്ഥാനവുമായി തമിഴ്നാടിനെ തുടർന്ന് പിന്നെ ഗോവ, രാജസ്ഥാൻ, കർണാടക, ഡൽഹി, മഹാരാഷ്ട്ര, ആസാം, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലൊക്കെ തന്നെ എന്ത് പാസാക്കി? വിവരാവകാശ നിയമം പാസാക്കുകയുണ്ടായി. എന്നാൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി പ്രീഡിസസർ ഓഫ് ഇൻഫോർമേഷൻ ആക്ട്, അങ്ങനെ ചോദിക്കാച്ച വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? 2002 ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ്. 2002 ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ടിനെയാണ് 2002 ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ടിനെയാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് 2005 നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നു. അതിനെക്കുറിച്ചാണ് ഇനി അടുത്തത് പറയാൻ പോണേ. അങ്ങനെ ആ നിയമം നിലവിൽ വന്നതോടുകൂടി ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് റദ്ദാക്കപ്പെട്ടു. അപ്പൊ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് റദ്ദാക്കപ്പെട്ടത് എപ്പോഴാണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോഴാണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ആരാണ്? ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ്. ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ്? 2002 ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അതായത് 1996 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTIയുടെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ്, വിവരാവകാശ നിയമത്തിന്റെ ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് അനുസരിച്ച് ആദ്യമായിട്ട് വിവരാവകാശ നിയമം ആര് പാസാക്കുകയുണ്ടായി? തമിഴ്നാട്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയുടെ പേരെന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്നാണ്. ആ സംഘടന ഏത് രാജ്യത്തെ സംഘടനയാണ്? ഏത് സംസ്ഥാനത്തെ സംഘടനയാണ്? രാജസ്ഥാനിലെയാണ്. ആ സംഘടന രൂപീകരിച്ചതാരാണ്? അരുണ റോയ് ആണ്. അവരുടെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? നിഖിൽ ദേയും ശങ്കർ സിംഗുമാണ്. കൂടാതെ ഇന്ത്യയിൽ വിവരാവകാശ നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ആശയം കൊണ്ടുവന്ന ആദ്യമായിട്ട് ഐഡിയ കൊണ്ടുവന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. കൃത്യമായില്ലേ? ഇനി അടുത്തത് ഇന്ത്യയില് വിവരാവകാശ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. വിവരാവകാശ നിയമം എന്നാ വന്നേ, കൊണ്ടുവന്നപ്പോ എന്നാ ലോക്സഭ പാസാക്കി, രാജ്യസഭ പാസാക്കി, അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ. അപ്പോ ഇന്ത്യയിൽ വിവരാവകാശ നിയമം 2005 മെയ് 11 ലോക്സഭയിൽ പാസാക്കി. 2005 മെയ് 11 ലോക്സഭയിൽ വിവരാവകാശ നിയമം പാസാക്കുന്നു. 2005 മെയ് 12 രാജ്യസഭ അത് പാസാക്കി. വിവരാവകാശ നിയമം 2005 മെയ് 12. അപ്പൊ മെയ് 11 മെയ് 12 ബുദ്ധിമുട്ടില്ല അറിയാൻ കേട്ടോ. ഇനി എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15 2005 ജൂൺ 15 ആരൊപ്പുവെച്ചേ? പ്രസിഡന്റ് ഒപ്പുവെച്ചത്. നിലവിൽ വന്നതോ 2005 ഒക്ടോബർ 12. അപ്പൊ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. 2005 ജൂൺ 15 പ്രസിഡന്റ് സൈൻ ചെയ്യണ്ടായി. അങ്ങനെ വിവരാവകാശ നിയമം 2005 പാസാക്കിയ സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്? APJ അബ്ദുൽ കലാം ആണ്. ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയില് വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പൊ 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും APJ അബ്ദുൽ കലാം ആരുമാണ്? അപ്പോ പ്രസിഡന്റുമാണ്. ഈ വിവരാവകാശ നിയമത്തിന് ഒരു ഭേദഗതി വരുത്താണ് 2019. ഇപ്പൊ വിവരാവകാശ നിയമത്തിന്റെ ഭേദഗതി വന്നത് 2019 2019 ലോക്സഭയിൽ വിവരാവകാശ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. അപ്പൊ ജിതേന്ദ്ര സിംഗ് 2019 ലോക്സഭയിൽ വിവരാവകാശ ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയും 2019 ജൂലൈ 19 കേട്ടോ അവതരിപ്പിച്ചേ. 2019 ഓഗസ്റ്റ് 1 വിവരാവകാശ ഭേദഗതി നിയമം
രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു. 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതി വിവരാവകാശ ഭേദഗതി നിയമം ഒപ്പുവെക്കുന്നു. വിവരാവകാശ ഭേദഗതി നിയമം 2019 നമ്മൾ നിലവിൽ വന്നുല്ലോ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ വകുപ്പുകൾക്കാണ് ഭേദഗതി വരുത്തിയത്? ഏതൊക്കെ വകുപ്പാണ്? വകുപ്പ് 13, വകുപ്പ് 16, വകുപ്പ് 27 തുടങ്ങിയ വകുപ്പുകൾ. 13, 16, 27 എന്നീ വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെട്ടു. അപ്പൊ 2019 വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് വകുപ്പ് 16, വകുപ്പ് 13, വകുപ്പ് 27. ഇനി ഇന്ത്യയില് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഈ വിവരാവകാശ നിയമത്തില് അധ്യായങ്ങൾ അഥവാ ചാപ്റ്ററുകൾ 6 ഉണ്ട്. 6 ചാപ്റ്റർ. ഇന്ത്യൻ വിവരാവകാശ നിയമത്തിൽ 6 ചാപ്റ്ററുകളും 31 വകുപ്പുകളും 2 പട്ടികകളുമുണ്ട്. പഠിക്കുക. 6 ചാപ്റ്ററുകളും 31 വകുപ്പുകളും 2 പട്ടികകളുമുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ആരാ വിവരാവകാശ നിയമം പാസാക്കിയത്? സ്വീഡനാണ്. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ഇനി ഇന്ത്യയില് ആദ്യം തമിഴ്നാട് കൊണ്ടുവരണ്ടായി. പക്ഷെ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. 2005 വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശത്തിന് അപേക്ഷ നൽകിയത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശത്തിന് അപേക്ഷ നൽകിയത് പൂനെ പോലീസ് സ്റ്റേഷനില് ഷാഹിദ് റാസ ബർനെയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അപേക്ഷ കൊടുത്തത്. അപേക്ഷ കൊടുത്തത് ആരാണ്? ഷാഹിദ് റാസ ബർനെയ് ആണ്. ഷാഹിദ് റാസ ബർനെയ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം, അതായത് വിവരാവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യം വന്നത് എവിടെയാണ്? സ്വീഡനിലാണ്. 1766 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ? 1766. ഇനി നമ്മൾ വിവരാവകാശ നിയമം എന്താ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറയണ്ടായി, അതായത് എന്താ നമ്മൾ പറഞ്ഞേ? അതായത് ഉദ്യോഗസ്ഥർക്കിടയിൽ അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തം ഉണ്ടാക്കുക, അല്ലെ? സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ സുതാര്യമാക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തവും സുതാര്യതയും ഉറപ്പുവരുത്തുക. കണ്ടോ? പൊതു സ്ഥാപനങ്ങള്, ഗവൺമെന്റ് ഉടമസ്ഥതയുള്ള പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുക, ആ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാക്കുക, അഴിമതി ഇല്ലാണ്ടാക്കുക, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമാക്കുക, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് എന്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? വിവരാവകാശ നിയമത്തിന്റെ ഉദ്ദേശം. അപ്പൊ ആരാണ് നമുക്ക് വിവരം നൽകുക? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആണ്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കാം. ഒരു പൊതു അധികാരി അഥവാ പബ്ലിക് അതോറിറ്റി പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാന നയങ്ങൾ രൂപീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും അതിന്റെ പ്രസ്തുതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള വസ്തുതകള് പ്രസിദ്ധീകരിക്കണമെന്ന് നിയമമുണ്ട്. നമ്മൾ പല ഓഫീസുകളിലും കയറി ചെല്ലുണ്ടാവും, അല്ലെ? പല കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ ഓരോ ഓഫീസുകളിലും ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. DTP ഒക്കെ എടുത്ത് അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അത് ഒരു നിയമമാണ്. അതായത് ആ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നയങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. ഇനി അടുത്തത്, ഓരോ പൊതു അധികാര സ്ഥാനവും ഈ നിയമത്തിന് കീഴിൽ വിവരം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് വിവരം നൽകണം. വിവരം നൽകുന്നതിനായി എല്ലാ ഭരണ വിഭാഗങ്ങളിലും ഓഫീസുകളിലും ആവശ്യമായ
ഓഫീസർമാരെ കേന്ദ്ര സംസ്ഥാന ഇൻഫോർമേഷൻ ഓഫീസർമാരായി നിയമിക്കണം. അപ്പൊ ഇവിടെ പറയാണ്, നമ്മള് പല ആൾക്കാർക്കും പല ആവശ്യങ്ങളും വരും, അവരെ വിവരാവകാശം വെച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോ നമുക്ക് മറുപടി തരണ്ടേ? മറുപടി തരാൻ എല്ലാ ഭരണ വിഭാഗങ്ങളിലും ഓഫീസുകളിലും ആവശ്യമായ ഓഫീസർമാരെ, അത് കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ, സംസ്ഥാന ആയിക്കോട്ടെ, അപ്പൊ കേന്ദ്ര സംസ്ഥാന ഇൻഫോർമേഷൻ ഓഫീസർമാരായി നിയമിക്കണം കേട്ടോ. ഇനി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ തസ്തികകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് വിവരം നൽകുന്നത് ഒന്നുകിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആവാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആവാം. ഇവിടെ ഇങ്ങനെയുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തസ്തികകൾ ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ തസ്തികകളോ നിയമനങ്ങളോ ഒന്നും തന്നെ നമ്മുടെ അവിടെ നടക്കില്ല. ഈ നിയമം പ്രാവർത്തികമാക്കാനായിട്ട് ചില ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാണ്ട് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളല്ലാന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മള് ഗ്രാമപഞ്ചായത്തിലേക്ക് പോവാണ്, പഞ്ചായത്തിലെ കുറച്ച് കാര്യം അറിയണം നമുക്ക്. അപ്പൊ ഗ്രാമപഞ്ചായത്തിൽ നമ്മളൊരു വിവരാവകാശം വെക്കുമ്പോൾ ആ ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആരറിയോ നിങ്ങൾക്ക്? പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹമാണ് അവിടുത്തെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. ഇനി അവിടുത്തെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ചിലപ്പോൾ അവിടുത്തെ ജൂനിയർ സൂപ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഹെഡ് ക്ലർക്ക് ആവാം, അല്ലെങ്കിൽ സീനിയർ UD ക്ലർക്ക് ആവാം. ഇവരൊക്കെ ആവും ആര്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. അല്ലാതെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്, അവർക്ക് ഒരു ടേബിള് അല്ലെങ്കിൽ ഒരു ചെയർ, അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടാവരുത് നിങ്ങൾക്ക്. അങ്ങനെയല്ല കേട്ടോ. ഓൾറെഡി ഉള്ള സ്ഥാപനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഒരു അധിക ചുമതല കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അപേക്ഷ കൊടുക്കണം വിവരം കിട്ടാൻ, അല്ലെ? എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക? നമ്മൾ വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു, ഏത് ഓഫീസില് പബ്ലിക് അതോറിറ്റി, ഏത് പൊതുസ്ഥാപനത്തിൽ ചെന്നാലും അവിടെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാ അപേക്ഷ കൊടുക്കുക? അപേക്ഷ, നമുക്ക് എന്തെങ്കിലും വിവരം ലഭിക്കണമെങ്കിൽ ആ വിവരം ലഭിക്കണം എന്നുള്ള വ്യക്തി എഴുതിയിട്ടോ റിട്ടേൺ ഫോമിലോ, അതായത് ലിഖിത രൂപത്തിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചോ, ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടർ വഴിയൊക്കെ ടൈപ്പ് ചെയ്തും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ നമ്മൾ അപേക്ഷ കൊടുക്കണം. ക്ലിയർ ആയോ? അതായത് നമ്മൾ ഒന്നുകിൽ എഴുതി തയ്യാറാക്കിയ, സാധാരണ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് രൂപത്തിൽ അപേക്ഷ കൊടുക്കാം. ഇലക്ട്രോണിക് മാധ്യമം മുഖേന അത് ഇംഗ്ലീഷിൽ കൊടുക്കാം, ഹിന്ദി ഭാഷയിൽ കൊടുക്കാം, അല്ലെങ്കിലോ നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ എത്രമാത്രം സംസ്ഥാനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിലുള്ള വ്യക്തിയാണെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ വേണമെങ്കിലും എഴുതി കൊടുക്കാം. കൊടുക്കുമ്പോ നിശ്ചിത ഫീസ് സഹിതമായിരിക്കണം കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കണം? കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തെയോ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെയോ സംസ്ഥാനങ്ങളിലെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മള് എഴുതി തയ്യാറാക്കിയതോ ഇലക്ട്രോണിക് രൂപത്തിലുള്ളതോ ആയ അപേക്ഷ ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമത്തിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ആ സ്ഥലത്തെ പ്രാദേശിക ഭാഷയിലോ അവിടുത്തെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ നമുക്ക് അപേക്ഷ കൊടുക്കാം. കൊടുക്കുമ്പോൾ നിശ്ചിത ഫീസും കൂടെ കൊടുക്കണം. ഫീസ് നമ്മൾ അടുത്തത് പറയൂട്ടോ. ചില സന്ദർഭങ്ങളിൽ അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ മറ്റൊരു പൊതു അധികാരിയുടെ പ്രവർത്തനവുമായി കൂടുതൽ ബന്ധപ്പെട്ടതോ കൈവശത്തിലുള്ളതാകാനോ സാധ്യതയുണ്ട്. അപ്പൊ എനിക്കാണ് ഒരു അപേക്ഷ കിട്ടണേന്ന് നിങ്ങൾ വിചാരിക്കുക, പക്ഷെ എന്റെ കൺട്രോളിലുള്ളതല്ല, അത് വേറൊരാളുടെ കൺട്രോളിലുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അതായത് അത്തരം സന്ദർഭത്തിൽ അപേക്ഷ സമർപ്പിച്ച് 5 ദിവസത്തിനകം
ബന്ധപ്പെട്ട പൊതു അധികാരിക്ക് കൈമാറണം. ആരാണോ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരം കിട്ടേണ്ടത് അവർക്ക് ഞാൻ ആ അപേക്ഷ കൊടുക്കാം. എന്നിട്ടോ, അതായത് ഞാനൊരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ ആണ്, എനിക്കൊരു അപേക്ഷ കിട്ടി, പക്ഷെ എനിക്കല്ല അതിന്റെ കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേറൊരാൾക്കാ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 ദിവസത്തിനകം അയാൾക്ക് അത് കൊടുക്കുകയും വേണം. ഈ അപേക്ഷ കൈമാറിയ വിവരം നമ്മൾ അപേക്ഷകനെ അറിയിക്കുകയും വേണം. ഇന്ന ആൾക്ക് നമ്മൾ അപേക്ഷ കൈമാറിയിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മൾ ആരെ അറിയിക്കണം? അപേക്ഷകനെ അറിയിക്കുകയും വേണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി അടുത്തത് ഫീസാണ് കേട്ടോ. അപേക്ഷാ ഫീസ് ചോദിക്കുക വെച്ചാൽ നമ്മൾ പറയും 10 രൂപയാണ് അപേക്ഷാ ഫീസ്. സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ലാസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള പരീക്ഷകളൊക്കെ ആണെങ്കിൽ എത്രയാണ് അപേക്ഷാ ഫീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ ചോദിക്കുള്ളൂ, 10 രൂപയാണ്. പക്ഷേ അപേക്ഷാ ഫീസിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാണ്ട്. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ 10 രൂപയുടെ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചലാനോ 10 രൂപ 10 രൂപ നോട്ട് നേരിട്ട് കൊടുത്തതിന്റെ അസൽ രസീദോ 10 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്കേഴ്സ് ചെക്കോ ആണ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടത്. അപ്പോ ഒന്നുകിൽ 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് കൊടുത്താൽ മതി. അപേക്ഷയിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് 10 രൂപയുടെ ഒട്ടിക്കുക. അല്ലെങ്കിലോ ട്രഷറിയിൽ നമ്മൾ 10 രൂപ അടച്ചതിന്റെ ചലാൻ അതിന്റെ കൂടെ വെക്കുക. അല്ലെങ്കിൽ 10 രൂപ നോട്ട് ആ ഓഫീസിൽ തന്നെ കൊടുത്തിട്ട് അതിന്റെ റെസീറ്റ് വാങ്ങിയിട്ട് ആ റെസീറ്റ് വെക്കുക. അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു DD അല്ലെങ്കിൽ ബാങ്കിന്റെ ചെക്ക്. ഇത്രയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? താഴെ പറയുന്നതിൽ എന്താ പറയാ, ഫീസുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത കാര്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണ്ടേ? അതിനാണ് കേട്ടോ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റ് സർക്കാർ ഇതര സ്ഥാപനങ്ങളിലും, മനസ്സിലായോ? പൊതുമേഖലാ സ്ഥാപനങ്ങള്, സർക്കാരിന്റെ ഓഫീസുകളല്ലാത്ത സ്ഥാപനങ്ങളില്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളില്, ഈ 3 സ്ഥാപനങ്ങളിൽ ഒന്നുകിൽ പണം നേരിട്ടോ അല്ലെങ്കിൽ DDയോ ബാങ്കേഴ്സ് ചെക്കോ ആയി മാത്രമേ സ്വീകരിക്കൂ. അപ്പോ DD ആയിട്ടോ ബാങ്കേഴ്സ് ചെക്കായിട്ടോ നേരിട്ട് പണമായിട്ടോ മാത്രം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാം? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ. മനസ്സിലായോ? ഇവിടെയൊക്കെ ഇങ്ങനെ ഈ 3 രീതിയിൽ. എങ്ങനെ? ഏത് 3 രീതിയിൽ? ഒന്നുകിൽ നേരിട്ട് പണം കൊടുത്ത് റെസീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ DD അല്ലെങ്കിൽ ബാങ്കേഴ്സ് ചെക്ക്. ക്ലിയർ ആയല്ലോ? ഇനി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഒരു വ്യക്തിയാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അപേക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്നും വിവരങ്ങൾ നൽകുമ്പോൾ ഈടാക്കേണ്ട ചെലവിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഈ അപേക്ഷാ ഫീസ് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ അത്രയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇനി നമുക്ക് സർക്കാർ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് കേരള സർക്കാർ വേറെ കുറച്ച് ഫീസ് നിരക്കുകളും കൂടെ പറയുന്നുണ്ട്. അതായത് A4 സൈസിൽ ആണ്, A4 സൈസ് പേപ്പറിൽ നമുക്ക് വിവരങ്ങൾ പ്രിന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു പേജിന് 3 രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. ഒരു പേജിന് 3 രൂപ കേട്ടോ. അപ്പൊ മുമ്പ് 2 രൂപയായിരുന്നു, ഭേദഗതി കഴിഞ്ഞപ്പോ 3 രൂപയായി. ഇനി അടുത്തത് CD ആയിട്ട് അല്ലെങ്കിൽ ഫ്ലോപ്പി ഒക്കെ ആയിട്ടാണ് നമുക്കത് തരണേന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 75 രൂപ കൊടുക്കണം. 75 രൂപ. അപ്പൊ A4 സൈസിലാണെങ്കിൽ 3 രൂപ, CD ഒക്കെ ആയിട്ട് കിട്ടുന്ന വെച്ചാൽ 75 രൂപ. വിവരം നേരിട്ട് പരിശോധിക്കാൻ, നമുക്ക് വിവരം നേരിട്ട് പരിശോധിക്കാൻ ആദ്യ 1 മണിക്കൂറിൽ സൗജന്യമായിട്ട് പരിശോധിക്കാം. വിവരങ്ങൾ ആദ്യത്തെ 1 മണിക്കൂറിൽ സൗജന്യമായിട്ട് പരിശോധിക്കാം. തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ കൊടുക്കണം. ഓരോ മണിക്കൂർ ശേഷം തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ അപേക്ഷ കൊടുത്തു, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ അപേക്ഷ നമ്മൾ എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമത്തിൽ 10 രൂപ ചലാനോടുകൂടിയൊക്കെ കൊടുത്തു. ഈ കൊടുത്ത അപേക്ഷ എങ്ങനെ അവര് തീർപ്പാക്കണേന്ന് പറയുന്നതാണ്. സെക്ഷൻ 7ലാണ് അത് പറയാണ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി 30 ദിവസത്തിനകം കൊടുക്കണം. അവധി ദിവസങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ 30 ദിവസത്തിനകം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അദ്ദേഹത്തിന് ലഭിച്ച ഒരു അപേക്ഷയ്ക്ക് മറുപടി കൊടുത്തോളണം എന്നാണ് നിയമം. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി 35 ദിവസത്തിനകം നൽകിയാൽ മതി. അപ്പൊ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ 35 ദിവസത്തിനകം കൊടുക്കണം.
ഒരു വ്യക്തിയുടെ ജീവന്റെയോ സ്വത്തിനോ സ്വാതന്ത്ര്യത്തിന് അവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനോ ഒക്കെ ബാധിക്കുന്ന വിവരങ്ങളാണ് അവർക്ക് കിട്ടേണ്ടതെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടിയാണ് നമ്മൾ നൽകേണ്ടതെങ്കിൽ അത് എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം? 48 മണിക്കൂറിനുള്ളിൽ കൊടുക്കണം. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത്, ഇനി നമ്മള് പ്രസ്തുത കാലയളവിനുള്ളിൽ നമ്മൾ മറുപടി കൊടുത്തോളണമല്ലോ. അപ്പൊ അത് 30 ദിവസം, 35 ദിവസം, 48 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു. പ്രസ്തുത കാലയളവിനുള്ളിൽ അപേക്ഷയിൽ തീരുമാനം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ അപേക്ഷ നിരസിച്ചതായി കണക്കാക്കും. അപ്പൊ 30 ദിവസത്തിനുള്ളിലോ 35 ദിവസത്തിനുള്ളിലോ 48 മണിക്കൂറിനുള്ളിലോ അതിന്റെ ആ പ്രസക്തി അനുസരിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ, അതായത് വിവരം കിട്ടിയില്ലെങ്കിൽ അപേക്ഷ നിരസിച്ചതായിട്ട് കണക്കാക്കൂട്ടോ. ആവശ്യപ്പെട്ട വിവരം സമയപരിധിക്കുള്ളിൽ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ വിവരം അപേക്ഷകന് സൗജന്യമായി നൽകേണ്ടതാണ്. അതായത് കൃത്യമായിട്ട് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അതായത് വീഴ്ച വരുത്തി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയണം, സൗജന്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. അപേക്ഷ നിരസിക്കുന്ന അവസരത്തിൽ നിരസിക്കുന്നതിനുള്ള കാരണങ്ങളും നിരസിക്കലിനെതിരായി അപ്പീൽ നൽകേണ്ട കാലാവധിയും അപ്പീൽ അധികാരിയുടെ വിശദാംശങ്ങളും കൊടുക്കണം. അപ്പൊ നമ്മൾ വെറുതെ അറിയിച്ചാ പോരാ, എനിക്ക് ഒരു വീഴ്ച വരുത്തിയെന്ന് അതായത് വിവരം തരാൻ പറ്റില്ല എന്ന് അറിയിച്ചാ പോരാ. എന്താണ് എന്താ പറയാ, ഞാൻ ഈ അപേക്ഷ നിരസിക്കാനുള്ള കാരണം എന്ന് നമ്മൾ പറയണം. ഇനി നിരസിച്ചു, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീലിന് പോവാട്ടോ. അപ്പീലിന് പോവാൻ എത്ര നാളുകൾക്കുള്ളിൽ നിങ്ങൾ അപ്പീലിന് പോകണം? അപ്പീലിന് ആരെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ ആരോട് പറഞ്ഞുണ്ടാവണം? ആരാണോ അപേക്ഷകനോട് നമ്മൾ പറഞ്ഞുണ്ടാവണം. ഇനി അടുത്തത് പിഴ. നമ്മൾ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക്, അതായത് മതിയായ, എപ്പോഴൊക്കെയാണ് പിഴ ഈടാക്കുക? നമ്മള് മതിയായ കാരണമില്ലാതെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുകയോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരം നൽകാതിരിക്കുകയോ ഉത്തമ വിശ്വാസത്തോടെയല്ലാതെ വിവരം നിരസിക്കുകയോ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരം നൽകുകയോ ചെയ്ത് പിന്നെ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ, മനസ്സിലായോ? ഒരാൾ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തിയാൽ, അതായത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുക, അറിഞ്ഞുകൊണ്ട് തെറ്റായതും പൂർണ്ണമായതും തെറ്റിദ്ധരിക്കുന്നതുമായിട്ടുള്ള, അതായത് ശരിയല്ലാത്ത വിവരങ്ങൾ കൊടുക്കുക, ഉത്തമ വിശ്വാസത്തോടെ, അതായത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട അല്ലാതെ വിവരങ്ങൾ കൊടുക്കുക, നിശ്ചിത സമയപരിധിക്കുള്ളിൽ അതായത് 48 മണിക്കൂർ, 30 ദിവസം, 35 ദിവസം അതിനുള്ളിൽ വിവരം കൊടുക്കാതിരിക്കുക, ഒരു കാരണവും ഇല്ലാണ്ട് അപേക്ഷ നിരസിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ വിവരം നൽകുന്നത് വരെയുള്ള ഓരോ ദിവസത്തിനും 250 രൂപ നിരക്കിൽ പിഴ ചുമത്തും. കണ്ടോ? വിവരം നൽകുന്നത് വരെയുള്ള ഓരോ ദിവസത്തിനും എത്ര രൂപ? 250 രൂപ പിഴയാണ്. ഇനി അടുത്തത്, എന്നാൽ അത്തരത്തിലുള്ള പിഴ സംഖ്യ 250 രൂപയാന്ന് വെച്ചാൽ കുറേ, അതായത് ലക്ഷക്കണക്കിന് രൂപയൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല. എത്രയേ പറ്റുള്ളൂ? 25,000 രൂപയിൽ കവിയാനായിട്ട് പാടില്ല എന്ത്? പിഴ ട്ടോ. അപ്പൊ പിഴ ചുമത്തുന്നത് 250 രൂപ കുറവ് ഒരു ദിവസത്തിന്, ഏറ്റവും മാക്സിമം 25,000 രൂപ. പിഴ ചുമത്തുന്നതിന് മുൻപ് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് തന്റെ ഭാഗം വ്യക്തമാക്കാനുള്ള ന്യായമായ അവസരം നമ്മൾ കൊടുക്കണം വേണം. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിവരം നൽകാതിരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു അവസരം അങ്ങേർക്ക് കൊടുക്കുക വേണം കേട്ടോ. ഇനി അടുത്തത്, നമ്മള് ഒരു വിവരാവകാശ നിയമമാണ്, അത് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് നടത്താനായിട്ട് പറ്റില്ല. ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് 1, 8 അടുത്തത് 9 ആണ്. സെക്ഷൻ 8 പ്രകാരം താഴെ പറയുന്ന വിവരങ്ങൾ ഒരു പൗരനും നമുക്ക് നൽകാൻ പറ്റില്ല. ഏതാണെന്ന് നോക്കാം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷയെയും കുറിക്കുന്ന
കുറിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ രാജ്യത്തിന്റെ സുരക്ഷയെ കുറിക്കുന്ന കാര്യങ്ങളൊന്നും ആര് വിവരാവകാശം വെച്ചാലും നടക്കണ കാര്യമില്ല. അതുപോലെ തന്നെ കോടതിയിലൊക്കെ എന്തെങ്കിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നിയമ കോടതിയോ ട്രിബ്യൂണലോ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്ന വിവരങ്ങൾ അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ കോടതിയൊക്കെ വിലക്കിയിരിക്കുന്ന ഈ വിവരങ്ങൾ നിങ്ങൾ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കരുത്. പാർലമെന്റിന്റെ അതുപോലെ സംസ്ഥാന നിയമസഭകളുടെ പ്രത്യേക അവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്ന അതായത് അവരുടേതായിട്ടുള്ള പാർലമെന്റിനും അതുപോലെ തന്നെ നിയമസഭകൾക്കൊക്കെ ഓരോ സംസ്ഥാന നിയമസഭകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിനെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇനി പൊതു താല്പര്യമുള്ള പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ വിവരാവകാശത്തിൽ കൊടുക്കണം. അപ്പൊ പൊതു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് പാടില്ല. വിദേശ സർക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ രഹസ്യ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അത് കൊടുക്കാൻ പാടില്ല. ഏതെങ്കിലും വ്യക്തികളുടെ ജീവനോ സുരക്ഷയ്ക്കോ ഒക്കെ അപകടം ഉണ്ടാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ കൊടുക്കരുത്. നിയമം നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിത ആവശ്യങ്ങൾക്കോ രഹസ്യമായി സഹായം നൽകിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പൊ നമ്മൾ പറയില്ലേ, അതായത് രഹസ്യാന്വേഷണ ഏജൻസി വഴിയൊക്കെ നമുക്ക് പല കാര്യങ്ങളും കിട്ടും. അങ്ങനെ രഹസ്യാന്വേഷണ ഏജൻസി വഴി നമ്മുടെ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയോ ഒക്കെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതും കൊടുക്കാൻ പറ്റില്ല. അന്വേഷണത്തിന്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിന്റെയോ പ്രോസിക്യൂഷന്റെയോ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും എൻക്വയറി നടക്കുകയാണ്, അതുപോലെ ചില കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അപ്പോ ചില പ്രോസിക്യൂഷൻ നടപടികളൊക്കെ നടക്കാൻ പോവാണ്, അതുമായിട്ട് നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഇപ്പോ ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, ആ വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, അത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മള് വിവരാവകാശം വെച്ചാലും നമുക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എന്തിന് പറഞ്ഞിട്ടുണ്ട്? സെക്ഷൻ 8 പറഞ്ഞിട്ടുണ്ട്. ഇനി വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാരണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 9 എന്ന് അത്രേ പറയുന്നുള്ളൂ. അപ്പൊ സെക്ഷൻ 9 സെക്ഷൻ 8 വിവരങ്ങൾ നിരസിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ റീസെന്റ് ചോദിച്ചൊരു ചോദ്യമാണ്, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? അങ്ങനെയാണ് ചോദിച്ചേക്കണേ. അപ്പൊ ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭിക്കും. പൊതു അധികാരികളുടെ അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും. അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭിക്കും. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭിക്കും. അതല്ലേ ശരി? അതായത് വകുപ്പ് 8, 9 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ലഭിക്കില്ല, ബാക്കി പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ഒരു പൗരന് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ടോപ്പിക്കില് നമുക്ക് പഠിക്കാണ്ട്. ഇത്രയും തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇത്രയെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി, അല്ലെങ്കിൽ വേണ്ട 10th മെയിൻസ് ആണെങ്കിൽ കൂടെ, LDC മെയിൻസ് ആണെങ്കിൽ കൂടെ, അങ്ങനെയുള്ള മെയിൻ എക്സാം എഴുതാൻ പോകുന്ന കുട്ടി ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നമ്മള് ഡിഗ്രി ലെവൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട വേണം. അപ്പൊ ഇത്രയാണ് നമ്മള് വിവരാവകാശ നിയമം. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും പഠിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്റെ ചാനല്, എന്റെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.